നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വാഴപ്പിണ്ടി നിരോധിച്ച് പുതിയ നീക്കം. മുഖ്യമന്ത്രിക്കും വാഴപ്പിണ്ടി ഭയം. വാഴപ്പിണ്ടി തടയാൻ പോലീസിന്റെ പട തന്നെ. മാത്രമല്ല, വാഴപ്പിണ്ടി ആരേലും ഉയർത്തിയാൽ കാണാതിരിക്കാൻ യാത്ര വരെ ആവത് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിലാക്കി. അതിനിടെ വാഴപ്പിണ്ടി എവിടെയും കണ്ടാലും എടുത്തു മാറ്റാനും വാഴപ്പിണ്ടി പിടിച്ചു നിൽക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കാനും നിർദ്ദേശമുണ്ട്. തപാൽ കൊറിയർ വകുപ്പുകാർക്ക് വാഴപ്പിണ്ടി ആരയക്കാൻ വന്നാലും എടുക്കരുതെന്നും വാഴപ്പിണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പാഴ്സലായി കൊണ്ടുവരരുതെന്നും നിർദ്ദേശം. ചുരുക്കത്തിൽ വാഴപ്പിണ്ടിയിൽ പെട്ടുകിടക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. വാഴപ്പിണ്ടിയെ പ്രതിരോധിക്കാൻ വൻ പോലീസ് സന്നാഹത്തിന് പൊടിക്കുന്നതും വാരിക്കോരി പണം. ലളിത ജീവിതത്തിന്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇത്രമാത്രം ജനങ്ങളിൽ നിന്നും അകന്നു പോകരുത്, അതും ഒരു വാഴപ്പിണ്ടിയെ ഭയന്ന്. കുറച്ചു ദിവസങ്ങളായി പ്രത്യേക സുരക്ഷയിലാണ് മുഖ്യമന്ത്രിയുടെ യാത്രകളെല്ലാം. ഈ അടുത്തിടെ ആലപ്പുഴയിലേക്ക് നടത്തിയ യാത്രയിലും ശക്തമായ സുരക്ഷാ സേനയുടെ സാന്നിധ്യം മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ ആലപ്പുഴയിലേക്ക് വന്നതും പോയതും എന്തിനാണ് ഹെലികോപ്റ്ററിലാക്കിയത്? മുഖ്യമന്ത്രിക്ക് ഇത്രയും സുരക്ഷ എന്തിന്? ആലപ്പുഴയിൽ പ്രളയം തകർത്ത ഒരു ഗ്രാമത്തിൽ ജനങ്ങളെല്ലാം ജീവിതം പഴയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പെടാപ്പാടുപെടുമ്പോൾ കേവലം ഒരു സിനിമാ തിയേറ്ററിന് തറക്കല്ലിടാൻ മാത്രമാണ് മുഖ്യമന്ത്രി എത്തിയത്, അതും കർശന സുരക്ഷയിൽ. എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര സുരക്ഷ? മുഖ്യമന്ത്രി ആരെയാണ് പേടിക്കുന്നത്? ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നിരുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വാഴപ്പിണ്ടിയാണോ പേടി? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മുഖ്യമന്ത്രിക്കെതിരെ വാഴപ്പിണ്ടി പ്രതിഷേധം തുടങ്ങിയിരുന്നു. സാഹിത്യ പ്രവർത്തകരുടെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് യൂത്ത് കോൺഗ്രസ് പറഞ്ഞതിനെ വിമർശിച്ച മുഖ്യമന്ത്രിക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിവെച്ചത്. അതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഡ്രസ്സിൽ നിരവധി വാഴപ്പിണ്ടികളാണ് കൊറിയർ ഓഫീസിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ കരിങ്കൊടി കാണിക്കുന്നതിനേക്കാളും ട്രെൻഡ് മുഖ്യമന്ത്രിക്കെതിരെ വാഴപ്പിണ്ടി ഉയർത്തി കാണിക്കുന്നതാണ്. തന്റെ വഴിയിൽ ആരെങ്കിലും വാഴപ്പിണ്ടി ഉയർത്തി കാണിച്ച് മാനം കളയുമോ എന്ന് പേടിച്ചായിരിക്കുമോ ആലപ്പുഴയിലേക്കുള്ള യാത്രയിൽ മുഖ്യമന്ത്രി കർശന സുരക്ഷ ആവശ്യപ്പെട്ടത്? വഴിമധ്യേ ആരും വാഴപ്പിണ്ടി ഉയർത്താതിരിക്കാൻ ഉദ്യോഗസ്ഥരെല്ലാം കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി ഉയർത്തിയെന്ന് പറയുന്നതിനേക്കാളും നാണക്കേടാണല്ലോ വാഴപ്പിണ്ടി ഉയർത്തിയെന്ന് മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിയുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും തടഞ്ഞു നിർത്തുമോ എന്ന ആശങ്ക ഹെലികോപ്റ്ററിൽ പോയാലും വേണ്ടല്ലോ. എന്തായാലും ആലപ്പുഴയിലേക്കുള്ള യാത്ര മുഖ്യമന്ത്രിയെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇലക്ഷൻ അടുത്തിരിക്കെ സാമുദായിക നേതാക്കന്മാരുമായി സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആ യാത്ര എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. NSSുമായി ഇടഞ്ഞു നിൽക്കുന്ന നേരത്ത് SNDPയുമായി അടുത്താൽ നന്നായിരിക്കുമെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു. അതിനായിരുന്നല്ലോ ഔദ്യോഗിക പരിപാടികൾക്കിടയിൽ സമയം കണ്ടെത്തി മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിക്കാനെത്തിയത്. ഈ സന്ദർശനത്തെ വിമർശിക്കുന്നവർ വെള്ളാപ്പള്ളിയുടെ സ്വന്തം നാടായ കണിച്ചുകുളങ്ങരയിൽ തന്നെയുണ്ട്. അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ FB പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: കണിച്ചുകുളങ്ങര ദേവിക്ക് പ്രണാമം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള അഭിനവ ഗുരുവിനും നമസ്കാരം. സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ കണിച്ചുകുളങ്ങര അമ്മയ്ക്ക് കാണിക്കയായി നൽകിയതിൽ ഇടതു സർക്കാരിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. പാവപ്പെട്ട സഹോദരിമാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയവൻ മഹാൻ. ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കെ ക്ഷേത്രത്തിന് നൽകിയ കോടികളുടെ സഹായം കണിച്ചുകുളങ്ങരയിലെ ചില പ്രദേശവാസികൾക്ക് പോലും പിടിച്ചിട്ടില്ലെന്നതാണ് സത്യം. അപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി അലട്ടുന്നത് എന്താണ്? വാഴപ്പിണ്ടിയോ, അതോ ഇരട്ട കൊലപാതകത്തിൽ പാർട്ടിക്കെതിരായി ഉയർന്ന എതിർപ്പോ, വെറുപ്പോ, അതോ കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണ ശേഷിയോ? ഇതിനുത്തരം മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കാനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.